നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നു, നമ്മളൊരു പുതിയ ട്രാവലിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് അടുത്ത് തന്നെ പോയി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ വീഡിയോ തുമ്പച്ചി കുരിശുമലയാണ്. അതായത് തൊടുപുഴയിൽ നിന്നൊരു 30 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുമ്പച്ചി കുരിശുമല എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് തുമ്പച്ചി കുരിശുമല എങ്ങനെയുണ്ടെന്നും അതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്നും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ തുമ്പച്ചി കുരിശുമലയുടെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുകളിലോട്ട് കയറി പോകാൻ പറ്റില്ല. താഴെ തന്നെ നമ്മൾ വാഹനം വെച്ചിട്ട് മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. ഏകദേശം 230 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് പയ്യെ കയറി പോകാനേ പറ്റുള്ളൂ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന യേശുവിൻ്റെ സ്റ്റാച്യു കാണുന്നുണ്ട്. ഇത് ബൈബിൾ അധിഷ്ഠിതമാണ്. അപ്പം അതിനകത്ത് അവസാനമായിട്ട് യേശു പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ 14 സ്ഥലത്തായിട്ട് ഓരോരോ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് ബൈബിൾ അധിഷ്ഠിതമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് യേശു പ്രാർത്ഥിക്കുന്ന മുതൽ അവസാനം കുരിശുമരണം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കയറ്റം എന്ന് പറഞ്ഞാൽ ഉഗ്രം കയറ്റം കേട്ടോ. കാരണം നമുക്ക് സാധാരണ നമ്മൾ കയറ്റം പോലെയല്ല, കുത്ത് കയറ്റമാണ്. അപ്പോൾ കയറി ഇറങ്ങി ശാലം പാടുപെടും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുരിശുമല കയറ്റം എല്ലാ വിശേഷ ദിവസങ്ങളിലാണ് ഇവിടെ 2 കുർബാനയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി വരിക എന്ന് പറഞ്ഞാൽ തീരെ ആവശ്യമായിട്ടുള്ള ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ ശാലം ബുദ്ധിമുട്ടാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ഓടിക്കയറി പോരും. ശകലം പാട് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു സ്റ്റാച്യു, ഇത് അടുത്തത് 3, ഇങ്ങനെ ഓരോന്ന് അവസാനം വരെയുള്ള കാര്യങ്ങൾ സ്റ്റാച്യുവിൽ നമുക്കൊരു കഥ പോലെ തന്നെ, ബൈബിളിലെ കഥ പോലെ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ 5ാമത്തെ സ്റ്റാച്യു കഴിഞ്ഞപ്പോൾ തോമസ് ശ്ലീഹയുടെ ഒരു സ്റ്റാച്യു, വലിയൊരു സ്റ്റാച്യു ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യൂ സൂപ്പറാണ്. ഇതുണ്ടോ ആ വ്യൂ ഒന്ന് നോക്കി. ഇത് നമ്മൾ വീഡിയോ കാണുന്ന കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിതൊന്ന് അനുഭവിക്കണം. അതിൻ്റെ ആ ഒരു ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ കൈവിരി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഇതില്ലായിരുന്നു. ഇതൊക്കെ പുതുതായിട്ട് പണിതാണ്. കാരണം അവിടെ 10-25 വർഷം മുമ്പ് വരുമ്പോൾ ഇതില്ലായിരുന്നു. ഇത് പുതുതായിട്ട് പണിത് ഒരുപാട് ആൾക്കാർ കുറച്ചുകൂടെ സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ചർച്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ, അതുപോലെ ആൾക്കാർക്ക് സേഫായിട്ട് വന്നു പോകാൻ, പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. കുന്നുകയറി വന്നോണ്ടേ ഭയങ്കര മടുപ്പാണ്. ശരി, നമുക്ക് മുകളിലോട്ട് പോകാം. 5 ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കിടപ്പുണ്ട്. ഒരു 9 സ്റ്റാച്യുകൾ കിടപ്പുണ്ട്. നമുക്ക് അതുകൂടെ പോയി നോക്കാം. ഇതൊരു ഹോളി ക്രോസ് ചാപ്പലാണ്. അപ്പം ഇതിനകത്ത് പ്രധാന ദിവസങ്ങളായിട്ട് വരുന്ന 40-ാം പള്ളി, പുതിയഞായർ, അതുപോലെ തന്നെ ദുഃഖവള്ളിക്ക് മലകയറ്റം ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഇത് സേവ്യർ വലിയപറമ്പിൽ എന്നുള്ള ഒരാളാണ്. അപ്പം 1995 മുതൽ 2000 ജനുവരി 1 വരെയുള്ള ഇവിടുത്തെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ശില്പങ്ങളുടെയും ശില്പി ഇദ്ദേഹമാണ്. അതായത് നമ്മൾ താഴെ കണ്ട ഗാഗുൽത്താമര നിന്ന് ദൈവം പ്രാർത്ഥിക്കുന്ന മുതൽ അവസാനത്തെ യേശുവിൻ്റെ വെള്ളാപ്പനുള്ള അവസാനത്തെയും ശില്പം വരെ, അതായത് ഇവിടെ വരെയുള്ള ശില്പം അദ്ദേഹത്തിന് നിർമ്മിച്ചതാണ്. അപ്പം ഇതാണ് ഹിൽ ടോപ്പ്. അപ്പം നമുക്കിതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. നമുക്കതിൻ്റെ ആംബിയൻസ് നമുക്ക് വീഡിയോയ്ക്കകത്താണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് വരണം. അപ്പോൾ ഒരു ദിവസം വന്ന് നമുക്കിതെല്ലാം ഒന്ന് കാണണം. കാരണം ഇത് നമുക്ക്
ഇതിൻ്റെ തണുപ്പും ഒരു കാറ്റും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. കാണാനുള്ള പിറവി ഗുഹയാണ്. അപ്പം ആ ഗുഹയുടെ സൈഡിലോട്ട് പോകും. ഇതാണ് പിറവി ഗുഹ. അപ്പോൾ ഗുഹയിലേക്ക് പോകുന്ന വഴിയാണിത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് പിറവി ഗുഹ. അപ്പം നമ്മൾ ആ ഗുഹയ്ക്കകത്ത് പയ്യെ ഇറങ്ങി വരിക. നല്ല വണ്ണമുള്ള ആളാണ് ഇറങ്ങാൻ പാടാ, ചെരിഞ്ഞിറങ്ങണം. അപ്പം പയ്യെ നമുക്ക് ആ ഗുഹ വഴി ഇറങ്ങി പോരാം. ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന യോനെ തിമിംഗലം വിഴുങ്ങുന്ന ഒരു ഭാഗമാണ്. അതും ബൈബിൾ അധിഷ്ഠിതമായ ഓരോ സ്റ്റാച്യുകളാണ്. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ മരിച്ചതിന് ശേഷം കുരിശെന്ന് മരണം കഴിഞ്ഞുള്ള നിലത്ത് കിടത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 8/3/1996 പണിത് വെച്ചതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ തിരുപ്പിറവിയാണ്. തിരുപ്പിറവി അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ആ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വെള്ളം കാണുന്ന മലങ്കര ഡാമിൻ്റെ സ്പോയറാണ്. അതുപോലെ തന്നെ ഇപ്പുറം ഈ സൈഡൊക്കെ അറക്കളം ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വരുന്നു. ഇപ്പോൾ ചെറിയ മഴക്കാലമാണ്. മഴക്കാലത്ത് വരുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു 3 മണിക്ക് ശേഷം വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം മഴയൊക്കെ പെയ്യുക, ഇടിവാളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലും ഇടിമിന്നലേക്കാൻ സാധ്യതയുണ്ട്, ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം 1-2 തവണ ഇവിടെ മുകളിലെ കുരിശിൻ്റെ ഇടി വെട്ടുകയൊക്കെ ചെയ്തതാണ്. അപ്പം മാക്സിമം നമ്മളൊരു 12-1 മണിയാകുമ്പം മല കയറി ഇറങ്ങി പോകത്തക്ക രീതി വരിക. അപ്പം ഇത് നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കാണാൻ തയ്യാറായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിൽ ടോപ്പിൽ പോയിട്ട് അതിൻ്റെ വ്യൂ ഒന്നുകൂടെ നോക്കാം. ഇത് ടോപ്പായിട്ടുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്കിത് സകല സ്ഥലം ശരിക്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ പോയി കണ്ടോ, അതിൻ്റെ ഏറ്റവും താഴെ കണ്ടോ, അത് കാണാൻ പറ്റുന്നുണ്ടോ? വണ്ടി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ചുമല കാർ അല്ലേ? ക്യാമറയ്ക്ക് അത്രയും കിട്ടുന്നില്ല, എന്നാലും നല്ല ഹൈറ്റാണ്. എന്തുണ്ട് അത് ആ കാണുന്നതാണ് റോഡ്. അപ്പോൾ നമ്മളാ കയറി വന്ന റോഡായത്. അപ്പം ആ കാണുന്ന അറക്കളം ഭാഗവും അത് ഡാമിൻ്റെ ബാക്കി ഭാഗങ്ങളുമാണ്. പൈസ മുടക്കോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല, നമ്മൾ പെട്രോൾ കാശ് മാത്രമേ ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വൈബുള്ള ഒരു സ്ഥലം വേറെ ഈ പല സ്ഥലങ്ങളും ഉണ്ട്. എന്നാലും ഇത്ര നമുക്ക് എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഉഗ്ര സ്ഥലമാണ്. നാച്ചുറൽ ബ്യൂട്ടിയാണ്, കാണാൻ പറ്റിയ സ്ഥലമാണ് തുമ്പച്ചിമല. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, ആസ്വദിക്കുക. താങ്ക് യു.